ബ്രോ ഒന്ന് പുറത്തിറങ്ങണേ, കൈ വെക്കണേ. ബ്രോയെ റോബ് ചെയ്യാം കേട്ടോ ബ്രോ. റേഡിയോ കോൾ കൊടുക്കരുത്, ഫോൺ എടുക്കരുത്, കൈ താക്കരുത്, അനങ്ങരുത്. അനങ്ങി കഴിഞ്ഞാൽ ബ്രോയുടെ ഹെഡ് പോവും. തല എന്റെ കാലിന്റെ അടി. ഓക്കെ ചെയ്തോളൂ. എടാ ഇവന്റെ ജീപ്പ് കൊള്ളാം അല്ലേ? സത്യം കളർ കൊള്ളത്തില്ല, പച്ചയായിരുന്നേ കൊള്ളായിരുന്നു. സഹോദരങ്ങളുടെ പേരെന്താ? എന്തേലും എന്റെ പേര് ചിക്കൻ റോള്. എടാ എയർ വേണം, വെട്ടെടുക്കണോ? നമ്മളെ എയർ എടുക്കണ്ടേ? എടുത്തോ. അപ്പം മച്ചന്മാർക്ക് കുറച്ച് ദിവസം വീട്ടിലിരിക്കാം. എന്തിനാ 20 ലക്ഷത്തിന് മേലുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ അത് സൂപ്പറാടാ. വാടാ. പിന്നെ ഓക്കെ മച്ചാനെ, നമ്മളെ വീട്ടിൽ ഇരുന്നിട്ട് വരാം. താങ്ക് യു ബ്രോ. മീറ്റ്സ് ബ്രോ. എടാ ഓക്കെ ബാക്കപ്പ് വന്നേ. എന്നെ ഹോസ്റ്റ് എടുക്കും തീരത്തിന്റെ അവിടെ പെട്ടെന്ന് അവിടെ എന്റെ കണ്ണെടുത്തേക്കോ. തീരത്തിന്റെ എന്റെ കണ്ണെടുത്തേക്കോ മച്ചാനെ. പെട്ടെന്ന് എന്റെ കണ്ണെടുത്ത് എയർ എടുത്തോണ്ട് ഞാൻ ചേസ് ചെയ്യാം. എനിക്ക് പിങ്ങടുണ്ട് തീരത്തിന്റെ അവിടെ നിന്ന് വരെ പോകുന്നു. നമ്മുടെ ലൈസൻസ് എടുക്കണം, പഴയ ലൈസൻസ് എടുക്കണ്ടേ അവിടെ. പെട്ടെന്ന് ഒരു എക്സ്ട്രാ കണ്ണായിട്ടോ പിങ്ങടുന്നു പെട്ടെന്നോ. പിങ്ങറുണ്ട്, ഞാൻ സ്റ്റിൽ ചേസിങ്. പെട്ടെന്നോ വണ്ടി വെള്ളത്തിൽ പോയാ മാറും. പിങ്ങ നോക്ക 9028 ചാനല്. ഇതിന്റെ ആവശ്യമാണ് എനിക്ക്. ചുമ്മാ ഇവനോടൊന്നും മിണ്ടാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. പെട്ടെന്നോ പിങ്ങുണ്ട് 9109 അവന്മാരെ വണ്ടി പറഞ്ഞു. എടാ പെട്ടെന്ന് വാ. എടാ 9097 പെട്ടെന്ന് വാ. അപ്പൊ എങ്ങനെയാ ബ്രോ പുഴുക്കോല? അടിച്ചിട്ട് എന്നെ അടിച്ചു. കിടക്കടാ തീട്ടച്ചറക്ക. ഒരുത്തനുണ്ട് വണ്ടിക്കകത്ത്. എടാ എന്തിന്റെ ആവശ്യടാ മോനെ? എടാ ഒന്നുമില്ല, ചുമ്മാ ഗണ്ണയും ചെയ്തു, ഗണ്ണെടുത്തു. ഉമ്മാരെല്ലാത്തിനും പൊക്കെ തിരിച്ച് ഗണ്ണ് വാങ്ങാൻ എന്റെ ഹീലിംഗ് സോങ് എല്ലാം വാങ്ങും. സോറിടാ. എന്താ സംഭവം? അളിയാ ഞാൻ ടീടത്തിന്റെ അവിടെ നിക്കായിരുന്നു. എന്നെ പെട്ടെന്ന് വന്ന് ജീപ്പിൽ നിക്കണ എന്നെ വന്നിട്ട് ഗണ്ണയും ചെയ്ത് 3 പേര് പിസ്റ്റലായിട്ട് എന്റെ കൈ വെക്കണേന്ന് പറഞ്ഞു. റേഡിയോ എടുക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോൾ കൊടുത്തില്ല. ഓക്കെ, ഇവന്മാർ എന്റെ കയ്യിലുള്ള സാധനം എടുക്കുന്ന പറഞ്ഞു. 32 മെത്തും 40 ജോയിന്റും എടുത്തിട്ട് എന്റെ ഗണ്ണും എടുത്ത് എയർ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു മച്ചാൻ കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കാലോ, 20 ലക്ഷത്തിന് മേളിൽ എടുക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങള് കുറച്ചേരം 50 ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പോയി, മനസ്സിലായോ? ഗണ്ണിങ് കൊടുത്ത അതില് പൂളി കിടന്നില്ല. പ്രശ്നം നിന്റെ പേരെന്താ? നിന്നോട് മര്യാദ ഇത്ര നേരം സംസാരിച്ചേ. ഞാൻ ഇന്ന് ആരോഗ്യം ചൂടാവണ്ട, മര്യാദക്ക് സംസാരിക്കാൻ നിർത്തി ഞാൻ സിറ്റി കയറുതാ. കാരണം കൊണക്കാൻ നിൽക്കല്ലേ നീ. ചുമ്മാ എന്നിട്ട് ഗണ്ണെടുത്തോണ്ട് പോണോ? നീ ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കിയാണ് നീ ഗണ്ണ്. എടാ നിന്റെ പേരെന്താ? പിന്നെ വന്ന് ഹോസ്പിറ്റലിൽ ഉമ്മ നിനക്ക് ഉമ്മ ഞാൻ എടാ ഗണ്ണിങ്ങോട്ട് താടാ തീട്ടത്തിറക്ക. ഗണ്ണിങ്ങോട്ട് താ. കൈ പൊക്കടാ നീ കൈ പൊക്ക. ആ തട്ടൂറാ കൂടെ ആ മര്യാദക്ക് ഞാൻ നിന്നെ. ചുമ്മാ നിന്നോടൊക്കെ എന്തെങ്കിലും മിണ്ടാൻ വന്നോ? സംസാരിക്കാൻ വന്നോ? ബ്രോ ഗ്യാങ്ങിലുള്ളമാരുടെ ആണോ ബ്രോ പോയി ചൊറിയണേ നമ്മളിട്ടെ?
നമുക്കറിയാം ബ്രോ നിങ്ങളെ ഗ്യാങ് ബ്രോ വൺസ് ഗ്യാങ് ഇസ് ഓൾവേസ് ഗ്യാങ് ബ്രോ. അത് അറിഞ്ഞിട്ട് വേണം ഇപ്പം ഇത് ഗണ്ണെയിം ചെയ്ത് ഗണ്ണെടുക്കാൻ. ഇപ്പൊ ഗ്യാങ് ഇപ്പം അറിയത്തില്ല ബ്രോ, നമ്മൾ KVയിലാണ് ബ്രോ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ആ ഗണ്ണ് ഇങ്ങോട്ട് തരാൻ വല്ല താല്പര്യം ഉണ്ടോ? ഓക്കെ, ഹീലിങ്സ് ജോയിന്റ് എല്ലാം എന്താ എടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലടാ, എന്തിന്റെ ആവശ്യം നിനക്കൊക്കെ? ചുമ്മാ നിൽക്കുന്ന ഒരാളെ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? താടിക്കാരൻ ചാർലിയോ? അയ്യേ, എന്നിട്ട് പിസ്റ്റൽ വെച്ചാ ഗണ്ണില്ലാത്തവൻ അടിക്കാൻ പറ്റില്ലടാ, കത്തിക്ക് കുത്തിയിട്ടല്ലോടാ ഒരുത്തനെ. എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കണേ? എടാ ഓക്കെ, ഞാൻ ഇവന്മാരുടെ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നിനും പോയിട്ടില്ല അളിയാ. ഒരു മിനിറ്റ് ജയില് ചാർലി. ഒരു മിനിറ്റ് അവനെ മര്യാദക്ക് കേറാൻ പറ, ഇല്ലെങ്കിൽ അവൻ 4 ദിവസം പുറത്തിരിക്കും. എനിക്ക് ഒന്നും അറിയണ്ട, ആ ഗണ്ണ് ഇങ്ങോട്ട് താ. എടാ നിനക്ക് ഗണ്ണ് വേണമെങ്കിൽ മര്യാദക്ക് ബ്രോ ഒരു ഗണ്ണുണ്ടോന്ന് ചോദിച്ചാൽ തരാം, മനസ്സിലായോ? ചുമ്മാ നിൽക്കുന്ന ഒരുത്തരം വന്ന് ഗണ്ണയും ചെയ്ത് താളം അടിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ വണ്ടിക്കകത്ത് പുഴുത്തളത്തിന് എണ്ണീറ്റില്ല അളിയാ. എടാ ഇവന് മറ്റേ ഹെൽഫെയർ കയറായിരിക്കുന്ന പയ്യനാടാ. എവിടെ ഹെൽഫെയർ എവിടെ കേറായിരിക്കുന്ന ആയിക്കോട്ടെ, ഇതിന്റെ മേളില് ഏതോ ഒരു EMS ആയിരുന്നു. ഞാൻ വണ്ടി വേറൊരു വണ്ടി വന്നിട്ടല്ലോ. ഇപ്പൊ നിനക്ക് എങ്ങനെ മനസ്സിലായി പഴച്ചാന്ന്? വണ്ടി തിരുത്തം പറഞ്ഞേ. ആ പഴച്ചാന്ന് മനസ്സിലായി നിനക്ക്, ഗ്യാങ്ങാന്ന് അറിയാം. എന്നിട്ടാണ് നീ ഗണ്ണ് കുണച്ചോണ്ട് പോയത്. ഇതൊരു പ്രാങ്കാണ്. ഇത് മുബാറക്. ആ പ്രാങ്കാണ് ഈദ് മുബാറക്. ആ ഗണ്ണും കൂടെ വന്നേ. അത് അവൻ സിറ്റി കയറട്ടെ. ഇതൊരു പ്രാങ്കാണ് ഈദ് മുബാറക്. മാർക്ക് കൊടു. ഈദ് മുബാറക് ബ്രോ, പ്രാങ്ക. സാധനം തന്നിട്ടില്ല. എടാ അവൻ സിറ്റി കയറിയിട്ടല്ല. കൈ പൊക്കടാ നീ കൈ പൊക്കടാ അങ്ങോട്ട്. നീ കൈ പൊക്കടാ അങ്ങോട്ട്, കൈ പൊക്ക. ആ അവിടെ റോബയുണ്ട് മച്ചാനെ, റോബയുണ്ട്. അവിടെ നിക്ക് നീ. മാഡം പൊക്കിക്കോ. മാഡത്തിനോട് പൊക്കാൻ പറ. ഇവിടെ ഒരു വണ്ടിയില് അടങ്ങി നിക്കടാ അവിടെ. നീ ഓസ്ട്രേലിയ മനസ്സിലായി നിക്ക. പറയണ അങ്ങോട്ട് കേട്ടാ മതി. അടങ്ങി നിക്കവിടെ. അവന്റെ ഈദ് മുബാറക്കിനെ ഉണ്ടാക്കാനുള്ള പ്രാങ്ക് അവന്റെ. ആ വാലേക്കും സലാം ബ്രോ. അത് സലാം പറയാ തിരിച്ചു പറയണമെന്നാണ്. അതുകൊണ്ട് മാത്രം. എടാ ഇപ്പൊ നിനക്ക് മനസ്സിലായി, KV ആണ് പഴച്ചിയാണ് എല്ലാം നിനക്ക് മനസ്സിലായി. ആ മച്ചാനെ, ആ പിസ്റ്റൽ നീ ഇനി ഉണ്ടാക്കണ്ട. നീ പിസ്റ്റൽ വെച്ച് നീ ആളെ അടിക്കണ്ട, മനസ്സിലായോ? കത്തി അടിക്കണ്ട, മനസ്സിലായോ? ആ പൈസ വേണ്ട നിനക്ക്, നീ ജീവിക്കണ്ട. കൈ പൊക്കടാ നീ കൈ പൊക്കടാ. ആരുടെ മെസ്റ്റാർഡിന് ആർക്കാ മെസ്റ്റാർഡിന് ആരാ? അടിക്കല്ലേ, ഒരുത്തരടിക്കല്ലേ. റോബറി ആളെ കൈപ്പൊക്കി. കുടുംബം മൊത്തം ഉണ്ടല്ലോ റോബ് ഞങ്ങള്. ആ കുടുംബം മൊത്തം കൊണ്ടാ. എടാ ഗ്യാങ് ആവുമ്പോ അങ്ങനെ വരും. നിന്നെ പോലെ ചോദിക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ തെണ്ടി നടക്കും, മനസ്സിലായോ?